CPM-ൽ അസാധാരണ നീക്കം. വിഴിഞ്ഞത്തെ ചൊല്ലി നേതൃത്വത്തിനെതിരെ നിലപാട് പരസ്യമായി എതിർക്കുകയാണ് ഒരു വിഭാഗം. പിണറായി വിജയന്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും നിലപാടുകളോടാണ് എതിർശബ്ദങ്ങൾ പുറത്തുവരുന്നത്. KK രാഗേഷിനെ ലക്ഷ്യമിട്ട് KK ശൈലജ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ നടത്തിയ പ്രതികരണവും പുതിയ ഉൾപോരിന്റെ കനം വ്യക്തമാക്കുന്നു. PK ശ്രീമതിയാണ് ഇന്ന് വ്യത്യസ്ത അഭിപ്രായം തുറന്നു പറഞ്ഞത്. അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട വിഷയങ്ങളല്ല. ഞാൻ ഇത്തരം ഒരു ആരോപണങ്ങളും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. മറ്റേതെങ്കിലും തരത്തിലൊരു വിവാദം ഉണ്ടാക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിനോട് എനിക്ക് ഒരു വിയോജിപ്പുമില്ല. അല്ല, അതൊന്നും അങ്ങനെ ഒരു വിവാദ വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. അതിപ്പം ഗവൺമെന്റുകൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ കരുതി കൂട്ടി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടോ എന്നറിയില്ല. ദേശാന വന്നു, ദേശാന വരാൻ പാടില്ല. അതിനെന്താ സംശയമുള്ളൂ? ഞങ്ങൾ അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാറേ. എല്ലാവർക്കും പറഞ്ഞതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ ഒരുപക്ഷെ അർഹതയുള്ള ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈയെടുക്കണം. ഞങ്ങൾ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമെന്ന് കണക്കാക്കിയതാണല്ലോ. പക്ഷേ പരാജയമാണ് ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ ആ പരിശോധനയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഈ പടയൊരുക്കം പിണറായി വിജയനെതിരെയാണ്. അരുൺകുമാർ, അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ CPIM നേരിടുന്നത്. നേതാക്കൾ പരസ്പരം തിരുത്തി പോകുന്ന കാഴ്ച കാണുന്നു. അതിന് തുടക്കമിട്ടത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ EMS സെമിനാർ മലപ്പുറത്ത് നടക്കുന്ന സമയത്ത് അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഔചിത്യം നേതാക്കൾ കാണിക്കണം എന്ന് പറഞ്ഞ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ MV ഗോവിന്ദന്റെ ഭാര്യ വരുന്ന സമയത്ത് MV ഗോവിന്ദൻ അത് തടയണമായിരുന്നു എന്ന തരത്തിലൊരു പ്രതികരണം നടത്തി. ആ പ്രതികരണം പാർട്ടി നിലപാടല്ല, പാർട്ടി അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയനും MV ഗോവിന്ദനും കൂടി പ്രതിരോധം തീർത്തു. അവിടെ തുടങ്ങി നേതാക്കൾ പരസ്പരം തിരുത്തുന്ന രീതി. അത് ഏറ്റവും അവസാനം വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിൽ എത്തി നിൽക്കുകയാണ്. CPIM സർക്കാരിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. പക്ഷേ പാർട്ടി ഉന്നയിച്ച അഴിമതി ആരോപണം ഏറ്റെടുക്കാൻ EP ജയരാജൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് ഉന്നയിച്ചവരോട് ചോദിക്കാൻ പറയുന്നു. KK രാഗേഷ് ഉയർത്തിയ വിസിൽ MD സ്ഥാനത്ത് നിന്ന് ദിവ്യാസ് അയ്യരെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണ് എന്ന ആരോപണം പൂർണ്ണമായും തള്ളുന്ന നിലപാട് PK ശ്രീമതിയും KK ശൈലജയും എടുത്തിടത്ത് വരെ നിൽക്കുന്നു കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. ഇന്നിപ്പോൾ KK ശൈലജ ടീച്ചർ അതിനകത്തൊരു വിശദീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.